ഇതൊരു ധാർമ്മികതയുടെ പ്രശ്നമാണ്. ഞങ്ങളങ്ങനെയാണ് കാണുന്നത്. ഒരു മൊറാലിറ്റി, അതായത് പൊതുവേ നമ്മളെ രാജ്യത്ത് ഒരു ഭരണസമിതിയിൽ കേന്ദ്രത്തിൽ ഉള്ള ആൾക്കാർ എന്തെങ്കിലും ഒരു ആരോപണം നേരിട്ടാൽ, പ്രത്യേകിച്ച് ലൈംഗിക ആരോപണം, സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമമൊക്കെ ആരോപിക്കപ്പെട്ടാൽ അവർ രാജിവെച്ചതോടെ തീരുന്നത്. പക്ഷേ ഇത് ഞങ്ങൾ വേറൊരു മാതൃകയൊക്കെയാണ്. ഭരണസമിതി മൊത്തം ഈ ഒരു ധാർമ്മിക പ്രശ്നത്തിൻ്റെ പേരിൽ രാജിവെക്കണം. അതാണ് ഞങ്ങളെടുത്ത തീരുമാനം. അത് യുനാനിമസ്ലി എല്ലാവരും ഐക്യകണ്ഠേന എടുത്ത തീരുമാനമാണ്. അതിൽ ഒരു നിർബന്ധമോ അല്ലെങ്കിൽ ഒരു ഭീഷണിയോ അല്ലെങ്കിൽ പ്രഷറോ അഡ്വൈസോ ഒന്നുമില്ല. പരസ്പര ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞൊരാശയം നമ്മൾ നടപ്പിൽ വരുത്തിയെന്നുള്ളൂ. ഇനി ഈ കമ്മിറ്റി തന്നെ, ഇപ്പോൾ പിരിച്ചുവിട്ട കമ്മിറ്റി തന്നെയാണ് അഡ്വോക്ക് കമ്മിറ്റിയായിട്ട് 2 മാസം തുടരുക. ആ അഡ്വോക്ക് കമ്മിറ്റി കാര്യങ്ങൾ, ഇപ്പം ഒരുപാട് ആൾക്ക് ഞങ്ങൾ പെൻഷൻ കൊടുക്കുന്നുണ്ട്, ഒരുപാട് ആൾക്ക് അവശ്യ കലാകാരന്മാർക്ക് കൈനീട്ടം കൊടുക്കുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓഫീസ് ഫംഗ്ഷൻ ചെയ്യുന്നു. ഇതൊക്കെ ഈ അഡ്വോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നടക്കുക. ഇത് കഴിഞ്ഞ് അടുത്ത ജനറൽ ബോഡിയിലാണ് പുതിയ ഭരണസമിതി തിരഞ്ഞെടുക്കുക. അത് സ്ത്രീകൾ തീരുമാനിക്കേണ്ടതാണ്. നമുക്ക് സ്ത്രീകളെ പിടിച്ചു നിർത്തി മത്സരിക്കുമ്പോളെ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് ശക്തമായ സ്ഥാനാർത്ഥികൾ വരികയും അവർ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല കാര്യം എന്നാണ് പറയുന്നത്. ഇത് മൊത്തത്തിൽ കൂട്ടായ ഒരു തീരുമാനത്തിന്റെ ഭാഗമായിരുന്നു. ഇതിലൊരു ഭിന്നത ഉണ്ടായിരുന്നു ഇത്തരം ഒരു തീരുമാനത്തിലേക്ക്? ഇല്ല, ഭിന്നത ഒന്നും ഉണ്ടായില്ല. കൂട്ടായ എടുത്ത തീരുമാനം. ഈ എലിയെ പിടിച്ച് വില്ലഞ്ചുടുകയാണോ ചെയ്യേണ്ടത്? ഈ കമ്മിറ്റി തന്നെ കുറ്റക്കാരായ ആളുകൾ, ആരോപിത വിധേയർക്കെതിരെ നടപടിയൊക്കെ എടുത്ത് മാതൃകാപരമായ ശിക്ഷാ നടപടികൾ കൈക്കൊണ്ട് അങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നില്ല വേണ്ടത്. മറിച്ച് ഈ കമ്മിറ്റി തന്നെ ഡിസോൾവ് ചെയ്യുമ്പോൾ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് കമ്മിറ്റി എന്ന് ധരിക്കില്ലേ? അല്ല, ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നില്ല. രാജിവെച്ച് ഞങ്ങളാരും സംഘടനയിൽ നിന്ന് രാജിവെക്കുന്നില്ല, ഭരണസമിതിയിൽ നിന്നാണ് രാജിവെക്കുന്നത്. സംഘടനയിൽ നിന്ന് രാജിവെച്ച് പോകുമ്പോഴാണ് ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവുക, പേടിച്ചു പോവുക എന്ന് പറയാം. ഞങ്ങൾ അതേ സംഘടനയിൽ നിൽക്കുന്നു. നമ്മളെ ഈ കുറ്റാരോപിതരായ സമയത്ത് അവർ രാജിവെച്ചുന്ന പിന്നെ ശിക്ഷ കൊടുക്കുക. രാജിവെച്ച ഒരാളെ പുറത്താക്കാൻ പറ്റുമോ? അപ്പോൾ രാജിവെച്ചു, സ്വമേധയാ രാജിവെക്കുന്നില്ല, ഞങ്ങളിവിടെ പിടിച്ചു തൂങ്ങുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായിട്ടും പിടിച്ച് പുറത്താക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ തീരുമാനം. പക്ഷേ അവർ സ്വമേധയാ ഞങ്ങൾ രാജിവെക്കാൻ തയ്യാറാണെന്ന് രാജിവെച്ചു, അവർ പോയി. അപ്പോൾ ഞങ്ങൾ ഈ സംഘടനയുടെ മെമ്പർഷിപ്പിൽ നിന്ന് രാജിവെച്ചിട്ട് പോവല്ല, അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യുന്നുമില്ല. അങ്ങനെ ചെയ്യുന്നത് ശരിയല്ലെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ പേഴ്സണലി. നമുക്ക് ഒരു സംഘടനയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പുറത്തു പോയിട്ട് നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഈ ഭരണസമിതി പിരിച്ചുവിടുന്നു എന്ന് പറഞ്ഞാൽ ഭരണസമിതിയിലെ ആൾക്കാർ, പുതിയ ഭരണ നേതൃത്വം വരുന്നവരെ നമുക്കെന്തോ അർഹതയില്ല എന്നൊരു സ്വയം തോന്നൽ വന്നു. അതാണ്. ഇത്തരമൊരു വിവാദം വന്ന ഘട്ടത്തിൽ താങ്കളുടെ രാജ്യസന്നദ്ധ അറിയിച്ചിരുന്നു? രഹസ്യമാണ്. അത്തരം രഹസ്യ ചോദ്യങ്ങൾ ചോദിക്കരുത്. അതായത് സംഘടനയിലുള്ളിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ, ആരൊക്കെ രാജ്യസന്നദ്ധ അറിയിച്ചു, ആരൊക്കെ എല്ലാവരും രാജ്യസന്നദ്ധ അറിയിക്കുകയത്. ഇങ്ങനൊരു അഭിപ്രായം പൊന്തി വന്നപ്പോൾ തന്നെ എല്ലാവരും രാജ്യസന്നദ്ധയ്ക്ക് തയ്യാറായി. മോഹൻലാൽ വികാരാധീനനായി എന്നാണ് കേട്ടത്. മോഹൻലാൽ വികാരാധീന എനിക്കറിയില്ല കേട്ടോ. നമുക്കൊക്കെ വികാരാധീനരായിട്ടുണ്ട്. കാരണം നമ്മൾ നല്ല രീതിയിലാണ് ഈ പുതിയ ഭരണസമിതി വന്നത്, അധികാരത്തിൽ വന്നത് തെരഞ്ഞെടുപ്പിലൂടെ വന്നതാണ്, അല്ലാതെ ഒരു പാനലിലൂടെ വന്നതല്ല. ഞാനൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ട് വന്നത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു തീരുമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പരിപാടി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും 4 സ്ത്രീ അംഗങ്ങൾ വളരെ സജീവമായിട്ട് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടായിരുന്നു. അവരുടെ നേതൃത്വത്തിൽ ഡാൻസ് ക്യാമ്പ് പലതും നടന്നിരുന്നു. അപ്പോൾ അത്തരം ആക്ടിവിറ്റികൾക്കൊക്കെ പെട്ടെന്ന് ഒരു തിരശ്ശീല വീണ പോലെയാണ്. അതിൻ്റെ ഒരു വിഷമം എല്ലാവർക്കും ഉണ്ടാവും. ആരെ രാജി? എൻ്റെ രാജിയെ കുറിച്ച് ചോദിക്കുക. എൻ്റെ രാജിയെക്കുറിച്ച് വിഷമമില്ലേ? അതായത് മോഹൻലാൽ രാജി അല്ല ഇതിൽ പ്രധാനം. മോഹൻലാൽ അങ്ങനെ ഞാൻ ഒരു ഭയങ്കര പ്രസിഡൻ്റാണ്, എൻ്റെ രാജിയാണ് ഇതിനെ അടിസ്ഥാനപ്പെടുത്തി നിൽക്കുന്നു എന്നുള്ള വിചാരമുള്ള ആളല്ല. യുനാനിമസ്ലി ഒരു അഭിപ്രായമാണ്. മോഹൻലാലും ഞങ്ങളുമായിട്ട് ഒരാൾ തന്നെയാണ് ഇതിൽ. ഒരിക്കലും ഞാൻ വലിയ ആളാണെന്നോ അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറിയായി സിദ്ദിഖ് ഞാൻ വലിയ ആളാണെന്നോ അങ്ങനെ കാണിക്കില്ല. അങ്ങനെ കാണിക്കാൻ വോട്ട് അനുവദിക്കുന്ന ആൾക്കാരും ഈ ഭരണസമിതിയിലില്ല. എല്ലാവരും ഈക്വലായിട്ടാണ് ഇതിലുള്ളത്. അപ്പോൾ ഈ തീരുമാനം ഈക്വലായിട്ടാണ് വന്നിട്ടുള്ളത്. ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ ഇനി എന്ത് നിലപാട് സ്വീകരിക്കുന്നു? പ്രത്യേകിച്ച് സർക്കാർ ഇനിയിപ്പം അത്തരം നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അമ്മയുടെ നിലപാട് ഒരു നിർണായകമായ ഒരു ഘട്ടത്തിൽ കൂടെയാണല്ലോ ഇപ്പോഴത്തുള്ള ഒരു കൂട്ടരാജി. അപ്പൊ എന്ത് നിലപാടെടുക്കുമെന്നുള്ളത് സിനിമാ മേഖലയെ സംബന്ധിച്ച് വലിയ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമല്ല. ഈ കോൺക്ലേവിൽ പങ്കെടുക്കണോ വേണ്ടതെന്നുള്ളത് ഇനി ഈ അഡ്വോക്ക് കമ്മിറ്റിയോ
അല്ലെങ്കിൽ അതുപോലുള്ള എല്ലാ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരും ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഞാൻ എന്തായാലും കോൺക്ലേവിനെതിരാണ് വ്യക്തിപരമായിട്ട്. അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, വെറും ഒരു കാണിക്കൽ മാത്രമാണ്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് സാർ വിചാരിക്കുന്നത്? എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഈ കുറ്റാരോപിതർക്കെതിരെ നടപടിയെടുക്കുമല്ലോ ഗവൺമെൻറ് എങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അതതിൻ്റെ വഴിക്ക് പോകും. കോൺക്ലേവിലൂടെ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല. പക്ഷേ കുറേ നിർദ്ദേശങ്ങൾ ഇപ്പോൾ ഓൾറെഡി ഉണ്ടായിട്ടുണ്ട്. ഹേമ കമ്മിറ്റിയിൽ നിന്ന് കുറേ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കാൻ നോക്കുക. സിനിമാ സെറ്റുകളിൽ നിന്നേ പറയാൻ പറ്റുള്ളൂ. അമ്മയ്ക്ക് സപ്പോർട്ട് ചെയ്യാനേ പറ്റുള്ളൂ. അമ്മ പ്രൊഡ്യൂസർമാരല്ലല്ലോ. അപ്പോൾ പലതും പ്രൊഡ്യൂസർമാരുടെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പ്രശ്നമുണ്ടായ സാഹചര്യത്തിൽ രാജിവെച്ച് പോകുക എന്ന് പറയുന്നത് ഒരു ഉത്തരവാദിത്തമുള്ള സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല കാര്യമാണ്. രാജിവെച്ച് എങ്ങോട്ട് പോകുന്നു? സംഘടനയിൽ നിന്ന് രാജിവെക്കുക. ഭരണസമിതിയിൽ നിന്നാണ് രാജിവെക്കുന്നത്, സംഘടനയിൽ നിന്നല്ല. സംഘടനയിൽ നിന്ന് രാജിവെച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് പറയാം നിങ്ങൾ ഭയന്നോടുകയാണ്, പേടിച്ചോടുകയെന്നൊക്കെ പറയാം. ഇത് ഞങ്ങൾ ഭരണസമിതിയിൽ നിന്ന് മാറി നിന്നിട്ട് ഞങ്ങൾ അവിടെ തന്നെ ഉണ്ട്. അഡ്ഹോ കമ്മിറ്റിയാണ് ഞങ്ങൾ. ഇപ്പോഴും ഉത്തരവാദിത്തമുള്ള ആൾക്കാരാണ് ഞങ്ങൾ. അഡ്ഹോ കമ്മിറ്റിയിലാണ്. അതിലാരും വിട്ടുപോയിട്ടില്ല. അഡ്ഹോ കമ്മിറ്റിയിലാണ് എല്ലാവരും. ഈ ധാർമ്മികമായ ഉത്തരവാദിത്തം എന്നതിലുപരി ഒരു വീഴ്ച സംഭവിച്ചെന്ന് അമ്മയ്ക്ക് തോന്നുന്നു. അതുകൊണ്ടല്ലേ ധാർമ്മികമായ ഉത്തരവാദിത്തം ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ വെറുതെ ധാർമ്മികമായ ഉത്തരവാദിത്തം ഉണ്ടാവും. വീഴ്ച സംഭവിച്ചിട്ടുണ്ട് അമ്മയ്ക്ക്. വീഴ്ച സംഭവിച്ചു അമ്മയ്ക്കല്ല, അമ്മയിലെ ചില അംഗങ്ങൾക്ക്. അമ്മ എന്ന് പറയുമ്പോൾ 506 ഒരു സംഘടനയത്. ആ 506 ആൾക്കാരും ഈ കുറ്റാരോപിതരൊന്നുമല്ല. അവർക്കൊന്നും വീഴ്ച സംഭവിച്ചിട്ടുമില്ല. ചുരുക്കം ചില ആൾക്കാരുടെ പേരിൽ ആരോപണങ്ങളെ വന്നിട്ടുള്ളൂ. ജനറൽ സെക്രട്ടറി തന്നെയാണ്. അതെ, അതാണ് വലിയ ഉത്തരവാദിത്വം. അതാ തലപ്പത്തുള്ള ആൾ. പ്രസിഡന്റും സെക്രട്ടറി ആണല്ലോ ഒരു സംഘടനയുടെ തലപ്പത്തുണ്ടാകുന്ന ആൾക്കാർ. അപ്പോൾ സെക്രട്ടറിക്ക് പറ്റിയൊരു വീഴ്ച അല്ലെങ്കിൽ അതിലുള്ള മറ്റുള്ള ആൾക്കാരുടെ നേരെ വന്ന ആരോപണങ്ങളൊക്കെ വരുമ്പോൾ സംഘടന തീർച്ചയായിട്ടും ഇത്തരം ഭരണസമിതി ഇങ്ങനത്തെ ഒരു ധാർമ്മിക വശത്തിന് ഊന്നൽ കൊടുക്കേണ്ടതാണ്. സംഘടനയുടെ ഭാവി എന്നുള്ളൊരു ചോദ്യം. സംഘടനയ്ക്ക് നല്ല ഭാവിയാണ്. സാമ്പത്തികമായിട്ടൊക്കെ നല്ല ഭയങ്കര കെട്ടുറപ്പുള്ള സംഘടനയാണ്. നല്ല ബിൽഡിംഗ് ഉണ്ട്, നല്ല ധീരരായ നേതൃത്വമുണ്ട്. വരും നേതൃത്വമൊക്കെ ഉഷാറായിരിക്കും, ഇതിനേക്കാൾ ഉഷാറായിരിക്കും. ചെറുപ്പക്കാർ ഒരുപാടില്ല ഇപ്പോൾ സിനിമയിൽ. പഴയ ആൾക്കാരൊന്നുമില്ല, പുതിയ ഇത് ഏറ്റെടുക്കൊന്നും വേണ്ട, അതിൽ പ്രവർത്തിച്ചാൽ മതി. ഏറ്റെടുക്കാൻ അനാഥമൊന്നുമല്ലല്ലോ ഇത്. ഒരു ബുദ്ധിമുട്ടുമില്ല. മോഹൻലാലിന് വീണ്ടും വരും. അത് മോഹൻലാൽ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതല്ലല്ലോ എന്നെ പ്രസിഡന്റ് ആക്കൂ എന്ന് പറഞ്ഞ് പുറകെ നടന്നല്ല. നമ്മൾ അദ്ദേഹത്തെ പുറകെ നടക്കുക ചെയ്ത്. കാരണം ഞാൻ ഇപ്പോൾ നമ്മൾ പറയാം ഒരു സ്റ്റേജ് ഷോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ഒക്കെ നടക്കുകയാണെങ്കിൽ ഇപ്പം ഞാനോ അതുപോലുള്ള ആൾക്കാരോ സ്റ്റേജ് ഷോയിൽ നിന്നിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ ചാനലുകാർ വാങ്ങൂല. അത് മോഹൻലാലും മമ്മൂട്ടിയൊക്കെ തന്നെ വേണം. അപ്പോൾ നമുക്ക് ഈ മറ്റുള്ള പാവപ്പെട്ട, അതായത് വളരെ കുറഞ്ഞ പ്രതിഫലത്തിലൊക്കെ ജീവിക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ഇവരുടെയൊക്കെ സാമ്പത്തിക ക്ഷേമം എന്ന് പറഞ്ഞാൽ മോഹൻലാലും മമ്മൂട്ടിയെ പോലെയുള്ള വലിയ സ്റ്റാഴ്സ് നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ടാണ്. അല്ലാതെ കുറേ നമ്മളെ മാരത്തെ കുറേ ഒരു ഇടത്തരക്കാർ നിന്നാലൊന്നും നിങ്ങൾ ചാനലുകാർ വാങ്ങൂല. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് ഞങ്ങളുടെ റവന്യൂ. മെമ്പർഷിപ്പ് മാത്രമല്ല. ശരശയ്യൊന്നുമല്ല, ഇത് പൂമത്തില്ലേ? ആരാ പറഞ്ഞ ശരശയ്യാണ്? ഇത് പൂമത്തില്ലേ? പിന്നെന്താ, ചില ആരോപണങ്ങൾ വരുന്നുള്ളൂ. അപ്പോഴത്തേക്ക് 1-2 ശരങ്ങൾ അതിന് ശരശയ്യാക്കണോ? എല്ലാവരും ചോദിക്കുന്നത് മോഹൻലാൽ എവിടെ, മോഹൻലാൽ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല, മമ്മൂട്ടി എവിടെ, മമ്മൂട്ടി എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? അല്ല, അവർക്കൊക്കെ വേണ്ടിയില്ലേ ഞങ്ങൾ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് സംസാരിക്കുന്നത്. പ്രതിനിധി ഇപ്പൊ സർക്കാരിന്റെ എല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രിയാണ് പറയാ, അല്ലല്ലോ മറ്റു പല മന്ത്രിമാരും പറയും. പ്രധാന കാര്യം ഇത് അത്ര പ്രധാനമായിട്ടില്ല. ഏയ് ഇതിലും വലിയ പിന്നെ ഇതിലും വലിയ പ്രശ്നങ്ങൾ വന്നിട്ടില്ല. ദിലീപിന്റെ പ്രശ്നം എന്താ മോശം? അയാൾ അമ്മയുടെ ട്രഷറായിരുന്നു. അതിനേക്കാൾ വലിയ പ്രശ്നം നല്ലത് ആണോ? അയാൾ ഉണ്ടാക്കിയ പ്രശ്നത്തെക്കാൾ വലുതാണോ അത്? ആലോചിച്ച് നോക്ക്. എന്താ പറയാത്തത്? അല്ല, ഡിഫറൻ്റ് ആണ്. മറ്റേ ക്രൈമിന്റെ വലിപ്പം എന്താ? അത് നിങ്ങൾ ആ വിഷയത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. കാരണം നിങ്ങൾ പഠിച്ചിട്ട് വരട്ടെ. ഇതൊന്നും വലിയൊരു അത്ര വലിയ ഒരു സംഘടനയെ തകർക്കാൻ പോകുന്ന ശക്തമായ ശരമൊന്നുമല്ല. ഓവർകം ചെയ്യാവുന്നുള്ളൂ. ഇതൊക്കെ ഇനി പോലീസ് കേസ് വരണം, കേസ് വന്ന് അന്വേഷണം വരണം, കോടതിയിലെത്തണം, ഇതൊക്കെ കാര്യങ്ങളുണ്ട്. ഇനി ഒരുപാട് പ്രൊസീജിയേഴ്സ് ഇല്ലേ? ഏത് ഈ പുതിയ കോൺക്ലേവില്ല? കോൺക്ലേവിനോട് എനിക്ക് യോജിപ്പില്ല. തട്ടിക്കൂട്ടി പരിപാടിയാണ്. 4.5 കൊല്ലം ഈ കമ്മിറ്റി റിപ്പോർട്ട് പൂർത്തിവെച്ച ആൾക്കാരല്ലേ ഇത്? അല്ലേ? ഇതിൽ ഏറ്റവും വലിയ ക്രൈം ചെയ്തിട്ടുള്ള സാംസ്കാരിക മന്ത്രിയാണ്. 4.5 കൊല്ലം ഈ റിപ്പോർട്ട് പൂർത്തിവെച്ചെന്നർത്ഥം ഇതിൽ
ഇരയാക്കപ്പെട്ടവർക്ക് നീതി 4.5 കൊല്ലം തടഞ്ഞു വെച്ചു, അല്ലെങ്കിൽ ഇതിൽ കൊണ്ടുവരേണ്ട പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിൽ 4.5 കൊല്ലം വൈകിച്ചു. ആരാ റെസ്പോൺസിബിലിറ്റി? സാംസ്കാരിക മന്ത്രി. യാതൊരു അംശമില്ല. അദ്ദേഹം വിളിച്ചു കൂട്ടുന്ന കോൺക്ലേവിൽ ഞാനൊന്നും പങ്കെടുക്കില്ല. ഈ അമ്മയുടെ ഭാരവാഹിയാണെങ്കിൽ പോലും ഞാൻ പങ്കെടുക്കില്ല. അങ്ങനെ മുകേഷ് ഒരു രാജിവെക്കണമെന്നൊരു ആവശ്യം ഇപ്പം ഞങ്ങൾ കാണിച്ചിട്ടുള്ള ഒരു മോറൽ സ്പിരിറ്റില്ലേ, ഒരു ധാർമ്മിക മൂല്യം, ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രവർത്തകരാണെങ്കിൽ എന്ത് ചെയ്യണം? അയാൾ വിട്ടു നിൽക്കണം. അതല്ലേ ഇതിന് മര്യാദ. അതിൽ കുറേ എക്സാമ്പിൾസ് പറയും. മറ്റേ MLA അങ്ങനെ ചെയ്തില്ല, ഈ MLA എങ്ങനെ ചെയ്തു, എന്നിട്ട് അവർ രാജിവെച്ചില്ല എന്നൊക്കെ പറയും. അങ്ങനെ എല്ലാവരും പോലെ ആവർത്തിക്കല്ലോ ചെയ്യേണ്ടത്. നമ്മൾ വ്യത്യസ്തരാവണ്ടേ? അമ്മ സംഘടന യഥാർത്ഥത്തിൽ വ്യത്യസ്തമാണ്. വേറൊരു സംഘടനയിൽ നിങ്ങൾക്ക് കാണില്ല. നിങ്ങൾ ഈ ക്രൈം ചെയ്ത ആൾക്കാരോ അല്ലെങ്കിൽ കുറ്റാരോപിതരോ പുറത്താക്കുകയോ അവരെ രാജി ആവശ്യപ്പെടുകയോ ചെയ്യുള്ളൂ. സംഘടനയുടെ ഭരണസമിതി മൊത്തം മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ ധാർമ്മികത ഏറ്റെടുക്കണം. മീഡിയയുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദമല്ല, മീഡിയയുടെ ഭാഗത്തു നിന്നുള്ള അവരുടെ ഒരു കച്ചവട സ്പിരിറ്റ് ഉണ്ട് ഇതിൽ. മീഡിയ ഞങ്ങളെ സമ്മർദ്ദപ്പെടുത്തി ഞങ്ങളെന്ത് ചെയ്യും? ഞങ്ങൾ ഇവിടെ നിന്ന് നാട് വിട്ടു. ആരോപണങ്ങൾ വന്ന പശ്ചാത്തലത്തിലാണ്. ഇത് മീഡിയയുടെ സമ്മർദ്ദമൊന്നുമില്ല. നിങ്ങൾ രാജിവെക്കൂ. നിങ്ങൾ ആരെയും പറഞ്ഞിട്ടുണ്ടോ? ഭരണസമിതി മൊത്തം രാജിവെക്കും നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ മോഹൻലാൽ രാജിവെക്കും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും രാജിവെക്കും എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും. ദിസ് ഈസ് ബിയോണ്ട് യുവർ ഇമാജിനേഷൻ. നിങ്ങൾ ഒരു മീഡിയയ്ക്കും ഇമാജിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല ഭരണസമിതി മൊത്തം രാജിവെക്കുന്നുണ്ടോ? പറ. ആരെങ്കിലും നിങ്ങൾ അടിച്ചിട്ടുണ്ടോ? ഒരാളും അടിച്ചിട്ടില്ല. ഒരാളങ്ങനെ ന്യൂസ് എവിടെയെങ്കിലും ഫ്ലാഷ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അതാ പറഞ്ഞത്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്താണ് ഞങ്ങൾ കാര്യങ്ങൾ കാണുന്നത്. അല്ലല്ല, പ്രധാനപ്പെട്ട ആളല്ല. അതങ്ങനെ പല ആൾക്കാരുണ്ട്. ഇപ്പൊ ഭരണസമിതിയിലുണ്ടോ? ഞങ്ങൾക്ക് സാധാരണ അംഗത്തിന്റെ മുകളിൽ ഞങ്ങൾക്ക് യാതൊരു കമാൻഡും ഇല്ല. ഇതൊരു ഡെമോക്രാറ്റിക് ആയ ഓർഗനൈസേഷനാണ്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഈ ഇത് അഭിമുഖം തരുന്നത് തന്നെ എനിക്ക് സംഘടനാ വിലക്കുകളൊന്നുമില്ല ഇതിൽ. മനസ്സിലായി? ഈ സംഘടന വിലക്കിയാലും എനിക്ക് പറയാനുള്ളത് പറയുന്ന ആളാണ്, നിങ്ങൾക്കൊക്കെ അറിയാം. അത്രേ ഉള്ളൂ. അപ്പോൾ അത്രയും സ്വാതന്ത്ര്യം കൊടുക്കുന്നൊരു സംഘടനയാണിത്. ഇപ്പം മുകേഷിൻ്റെ കാര്യത്തിൽ സംഘടനാ സമ്മർദ്ദം ചെലുത്തിയിട്ട് മുകേഷ് രാജിവെക്കും മാറി വെക്കും എന്ന് പറയാൻ മുകേഷ് ഭരണസമിതിയിലില്ല. മുകേഷിനോട് പറയേണ്ടതാരാ? മുകേഷിൻ്റെ പാർട്ടിക്കാരാണ് പറയേണ്ടത്, ഞങ്ങളല്ല. ബിക്കോസ് ഹീസ് എൻ MLA. വ്യക്തിപരമായ അഭിപ്രായം ഞാൻ മുകേഷിനോട് നേരിട്ട് പറഞ്ഞോളാം. അത് നമ്മൾ മീഡിയയോട് പറയേണ്ടത് പോരെ? ഓക്കെ.